ഭർത്താക്കന്മാര് പറഞ്ഞാലേ ഞങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. അവര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഒരു ഞങ്ങൾ സമാധാനത്തിൽ ഞാനും മോളും ബാസികാക്കിയും ഒക്കെ സമാധാനത്തിലാ പോണത്. അത് ഇല്ലാണ്ടാക്കരുത്. പപ്പ ബ്രസീലിക്ക് പരമശിവ ജയ് പറഞ്ഞോ. ബ്രസീലിക്ക് ബ്രസീലിക്ക് ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ജോബി ബാസിത്തെ അലമോളൊക്കെ അല്ലേ അവർ പിന്നെ ആദ്യം വീഡിയോസും ഫാമിലി വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവർ കടയിൽ നിന്നിട്ട് തന്നെ കട എന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ കട കേട്ടോ. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. അവരുണ്ടല്ലോ ആദ്യമൊക്കെ ഓരോ വീഡിയോസ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫാമിലി ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവരൊക്കെ കോമഡി തമാശയും ജോബിൻ്റെയും ബാസിത്തിൻ്റെ ഒക്കെ തമാശയും അതേമാതിരിക്കൊക്കെ പപ്പയൊക്കെ കൂടുതൽ വീഡിയോസ് ഉണ്ടല്ലോ. അടിപൊളിയാണ് കേട്ടോ ആദ്യത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് കണ്ടുനോക്കിയേ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ജുബിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ജുബിന്റെ ബാഗ് വാട്ട്സ് ഇൻ മൈ ബാഗ്, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതായത് ജുബിയുടെ ബാഗ് ഉമ്മ തുറക്കും. സിമ്പിളാണ്. അതായത് ഉമ്മാന്റെ ബാഗ് ജുബി തുറക്കും, ജുബിന്റെ ബാഗ് ഉമ്മ തുറക്കും. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. സോ ഉമ്മി പ്രതീക്ഷിച്ചിട്ടില്ല, രണ്ടാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം ആരുടെ ബാഗിലൊക്കെ എന്തൊക്കെ. ഫസ്റ്റ് ഉമ്മാന്റെ ബാഗ് തുറക്കാം, കാരണം സിമ്പിൾ ആണ്, വലിയ കനല്ല. തുറക്ക്. അതെ, മക്ക് സിമ്പിൾ സിറ്റി ആട്ടോ. ഓ മൈ ഗോഡ്, ക്യാഷ്, പിന്നെന്താ പാൻ കാർഡാ? ഫുള്ള് ചില്ലറ പൈസ. പപ്പന്റെ ഒക്കെ നോണ്ടിയതേക്കാരം ഫുള്ള്. ആധാർ കാർഡിന്റെ ജസ്റ്റ് ഒന്ന് കാണിക്കല്ലേ? യാ മോനെ, ATM കാർഡ് ഉണ്ട്, പൈസ ഉണ്ട്, ATM കാർഡ് ഉണ്ട്, ചില്ലറ പൈസ. ഓക്കെ, അതാണ് സൈഡ് പോക്കറ്റിലുള്ളത്. ചുണാപ്പി ഓക്കെ, ഫുള്ള് ടിപ്സ് ഒക്കെ ഉള്ള ആളാട്ടോ. വിചാരിക്കണമാരല്ല, മമ്മി ചില്ലറക്കാരിയല്ല. ഓക്കെ, അമ്മായി ഉണ്ടിട്ടോ ജുബി. പേടിച്ചായി മനസ്സിലാ. ചാർജർ അത്യാവശ്യമുള്ള സാധനല്ലേ. ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ചെയ്തപ്പോ അതിലും എല്ലാരും പറയുന്നുണ്ട് നിങ്ങൾ ചാർജർ എടുത്ത് വെച്ചിട്ടില്ല. അത് പിന്നെ നമ്മൾ പോണ നേരത്തെ ലാസ്റ്റ് എടുത്തൊക്കെ. ക്ലിപ്പ് ആണ്, 2 ക്ലിപ്പാ. ലിപ്സ്റ്റിക്ക്, മാമത്തിന്റെ ലിപ്സ്റ്റിക്ക്, ചെറിയൊരു കുഞ്ഞു കണ്ണാടി. ഇവിടെ ഇത്രയും കണ്ണാടികൾ ഈ ഷോപ്പിൽ ഉണ്ടായിട്ട് ഇനി വേറെ കണ്ണാടി വേണം. വിക്സ്, ഇതിന്റെ ഒരു അഡിക്റ്റ് ആണ് എന്റെ അമ്മ. വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പപ്പ എപ്പോഴും ചീത്ത അറിയുന്നാലും ഉമ്മാക്ക് വിക്സ് ഇല്ലാൻ പറ്റൂല. അപ്പൊ അതെന്റെ ഇതൊക്കെയാണ് കേട്ടോ അവര് ആദ്യത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. അവര് പിന്നെ ഭയങ്കര രസീനൊക്കെ കാണാനായിട്ട് തമാശയൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ അവര് പിന്നെ ഇപ്പൊ വേറെ റൂമൊക്കെ എടുത്തിട്ട് വേറെ ഫ്ലാറ്റ് എടുത്തിട്ട് അവരെ താമസം മാറിയിട്ടുള്ളത് ജോബിയും ബാസിത്തൊക്കെ. അപ്പോൾ അവരുണ്ടല്ലോ കട ഡ്രസ്സിന്റെ അതേമാതിരി തന്നെ ഡ്രസ്സിന്റെ കടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇപ്പോൾ നല്ല റീച്ചായി നല്ല ഫേമസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കടയൊക്കെയാണെങ്കിലും നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് അതിന്റെ പരിചയം കാര്യങ്ങളും ആദ്യം ഉണ്ടാവുമല്ലോ. പിന്നെ ഡ്രസ്സിന്റെ കട ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ പപ്പന്റെ കൂടെ ഒക്കെ നിന്നിട്ട് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതിൽ തന്നെ പോകുന്നുണ്ട്. നല്ല രസമാണ്, എല്ലാ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരെ കടയിൽ ഡ്രസ്സിൻ്റെ ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഒരുവിധം കാണലുണ്ട്. ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ എന്തായാലും നോക്കി പോകുമല്ലോ. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു രണ്ടാമതൊരു കട എന്താ പറയലെന്ന് വെച്ചാൽ അവർ കുറഞ്ഞൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വേറെ പിന്നെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് താമസം മാറിയത് കേട്ടോ. ജോബി ഏത് പരിപാടിക്കൊന്നും പിന്നെ ഒരു ഇതിനും അവൾക്ക് പിന്നെ പോയിട്ടേ ഇല്ല കേട്ടോ. ഏത് പരിപാടിക്കും അവളെ മാത്രം കാണലില്ല. ബാസ്യത്തെയും പിന്നെ അവളെ പിന്നെ മോളൊക്കെ കാണലുണ്ട് കേട്ടോ. പക്ഷെ ജോബിനെ കാണലില്ല. എന്തോ ഒരു കുറഞ്ഞ ഇഷ്യൂവും കാര്യങ്ങളാണ്. പക്ഷെ അവരൊരിക്കലും അത് പിന്നെ പബ്ലിക്കായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന ഇതാണെന്നൊന്നും. പിന്നെ ജോബി ഒരു കുറഞ്ഞൊരു ഇതിങ്ങനെ ആയിട്ട് ഒരു വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇന്ന വ്യക്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് എനിക്ക് ഒട്ടും പിന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇനി കുറച്ച് തിരുമ്പാനും കാര്യങ്ങളും പിന്നെ 2 റൂം ക്ലീൻ ആക്കാനുള്ളൂ. അതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ കുറച്ച് കമന്റ്സ് എനിക്ക് കുറച്ച് ആൾക്കാർ അയച്ചു തന്നു കേട്ടോ. ഒരു വീഡിയോയിലുള്ളതാണ്. ഓക്കെ, ഞാൻ വായിക്കാം.
അതോടെ എൻ്റെ മൂടും പോയി. കുറച്ചു നേരം സമാധാനത്തിൽ നിന്നതാ ഇത്രയും ദിവസം. ഞാൻ മൈൻഡ് വെക്കാറില്ല. പല കമന്റ്സും മരക്കളാണ് വില്ലത്തുകൾ, അവിടെ വേറെ ആരൊക്കെ, ബാക്കി എല്ലാവരും നല്ല ആൾക്കാരാണ്, സമ്മതിച്ചു. ഞാനിങ്ങനെ കരഞ്ഞി പിടിച്ചിട്ട് ഏത് സമയത്തും ടെൻഷൻ അടിച്ച് നല്ല സുഖമല്ല മരക്കളെ പറയാനേ. ഈ മരക്കള് കഷ്ടപ്പെട്ടതും ഈ മരക്കളെ നോക്കിയതൊന്നും ഒന്നുമില്ല. പഴയ വീഡിയോസ് ഒന്നും എടുത്തു നോക്കൂട്ടോ താത്ത. പഴയ വീഡിയോസ് കുറച്ച് ഇതിന്റെ ഒരു കൊല്ലം 2 കൊല്ലം മുന്നേ ഉള്ള ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ജുബി ഉറങ്ങുന്ന ടൈം ഉണ്ടാവും അതില്. ജുബി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട്, ഷോപ്പിന് വേണ്ടിയിട്ട്. ജുബിക്ക് പള്ളലുണ്ടായിട്ട് ഉറക്കം ഒഴിച്ചിട്ട് ജുബി ആ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് വരുന്നതിന് 2 മാസം 1 മാസം മുന്നേ ജുബി പട്ടിണമാതിരി പണിയെടുത്തിട്ടുണ്ട്. ജുബി അങ്ങനല്ല, ജുബിന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയതല്ല. ഞാൻ എന്റെ പിയാപ്പിൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചു, പിയാപ്പിളിന്റെ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിച്ചതാണ്. ബാക്കോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജുബിന്റെ എല്ലാ വീഡിയോസും ഉണ്ടാവും. ഷോപ്പിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ ഉണ്ടാവും. ഈ പള്ളയിൽ വെച്ച് ജീവു ഉണ്ടായിട്ടും ജീവുവിന് പള്ളയിൽ വെച്ചിട്ട് 9ാം മാസത്തിലോ 8ാം മാസത്തിലോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വയ്യാഞ്ഞിട്ടും ഞാൻ എന്റെ വീട്ടിൽ പോവാതെ ആ വീട്ടിൽ നിന്നിട്ടുണ്ട്. പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫില്, അപ്പൊ മാറി നിൽക്കേണ്ടി വരും. അത് വെച്ചിട്ട് എങ്ങനെ മരക്കള് ഈ ദുഷ്ടന്മാരും ഈ കൊഞ്ചി പിന്നെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോവലും ഒക്കെ ആവുക. ഭർത്താക്കന്മാര് പറഞ്ഞാലേ ഞങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. അവര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങണം. അല്ലെങ്കിൽ ഓല് പറയും ഈ എന്റെ വീട്ടിൽ പോയിക്കോ പറയും. എനിക്ക് ഓല് കൂടെ ജീവിക്കണ്ടേ, എനിക്ക് എന്റെ വ്യാപ്പിളിന്റെ മോളെ കൂടെ ജീവിക്കണ്ടേ. ഞാനെങ്ങനെ അവിടെ ഒരു ഇത് വരിക, എനിക്കറിയില്ല അതൊന്നും കേട്ടോ. കൊറേ ഞാൻ സഹിച്ചു അങ്ങേറ്റ് ഞാൻ സഹിച്ചിക്കണ്. ഞാനിനിക്കറിയാനില്ല മക്കളെ. അപ്പോൾ ഇതാണിട്ടോ ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്ന് അവർ വ്യക്തിൻ്റെ പേരോ കാര്യങ്ങളോ അതൊന്നും അവൾ പറഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിലുള്ള ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു കുറഞ്ഞ ഇഷ്യൂം കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണത്താലാണ് അവർ മാറിയിട്ടുള്ളത്. വേറെ ഫ്ലാറ്റിലേക്ക് മാറിയിട്ടില്ല കേട്ടോ. അതെന്തായാലും നല്ലത് തന്നെയാണ്. നമ്മൾ സ്നേഹം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ പിന്നെ ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കണവരും ഉണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നവരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കച്ചറിയും കാര്യങ്ങളും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്നൊരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വേറെ എന്താ പറയല്ലേ എന്ന് വെച്ചാൽ അവരോ പപ്പയ്ക്കും ഉമ്മയ്ക്കും ഒന്നും പിന്നെ വയസ്സായതോ അല്ലെങ്കിൽ സുഖമില്ലാത്തതോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ. അവർക്കും പിന്നെ അധികം ജീവിക്കാനും അതേമാതിരിക്ക് തന്നെ എല്ലാ ജോലിക്കും കഴിയും കേട്ടോ. പിന്നെ അധികം പ്രായം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും വേറെ താമസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല പിന്നെ ഒരു ഇതൊക്കെ നല്ല തന്നെയാണ് കേട്ടോ. പിന്നെ അവരങ്ങനെ റൂമൊക്കെ എടുത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നത്. പിന്നെ അവർ ഓടിക്കൊണ്ടൊക്കെ ഉണ്ട്, നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും അവരിപ്പോൾ അലമോളുണ്ടല്ലോ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അലമോളും പപ്പയൊക്കെ ഒരു വേറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ പിന്നെ ഫ്ലാറ്റ് കൂടലിനോ അതേമാതിരിക്ക് തന്നെ ഒരു പരിപാടിക്ക് അവർ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു കുറഞ്ഞ ഇഷ്യൂ കാര്യങ്ങൾ അവർ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ വേണമല്ലേ ചില പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് പറയും കേട്ടോ. പിന്നെ അതിൻ്റെ മറുഭാഗത്തുള്ള അതിലും കൂടുതൽ പറയും. പിന്നെ അപ്പോൾ അവരൊന്നുകൂടി ഇരട്ടിയായിട്ട് പറയും. അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ റിയാക്ട് ചെയ്തിട്ടും അങ്ങനെ ആയിട്ടും ആകെ പ്രശ്നമായിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഒരിടത്തും ഇങ്ങനെ എന്നെ പ്രശ്നം കൊണ്ടാണ് പോകുന്നതെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അതായാലും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഫാമിലി വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എടുത്തെടുത്ത് ചോദിക്കും കേട്ടോ. ഈ ഫാമിലി വീഡിയോസ് ചെയ്യുന്നവർ അങ്ങനെ മിസ്സായാൽ എന്തായാലും പിന്നെ കമൻറ്റിൽ വരും. ഇന്നയാളെന്താ കാണാത്ത, ഇന്നയാളെ തെറ്റിപ്പിരിഞ്ഞോ, ഇന്നയാൾ പോയോ എന്നൊക്കെ ചോദിച്ച് എന്തായാലും കമൻറ്റ് വരും കേട്ടോ. അപ്പോൾ അതിനൊന്നും ഇടവരുത്തിയിട്ടില്ല അവർ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏതായാലും നല്ല കാര്യം തന്നെയാണ്. ഇത്രത്തോളം ആയില്ലേ. ഇനി അവർ എല്ലാത്തിനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് പോവുക വരിക അങ്ങനെയൊക്കെ ആയിട്ട് ഏതായാലും അവർ വീടും കാര്യങ്ങളൊക്കെ വേറെ വെച്ച് അങ്ങനെയൊക്കെ പോയിരിക്കട്ടെ ഇനി. അപ്പോൾ എന്തായാലും ഇവർ ക്ഷമിച്ചില്ലെങ്കിലും ഒന്ന് പോക്കും വരവും ഉപ്പൻ്റെ ഉമ്മൻ്റെ ഒക്കെ അടുത്തുനിന്ന് പോയി വരും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും അവരെന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല 2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ
മുന്നോട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ കേട്ടോ ജീവാപ്പൂൻ്റെ പിന്നെ സംസാരവും കാര്യങ്ങളും പിന്നെ ഒക്കെ കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവരും ഹാപ്പിയാണ്, അവളും ഹാപ്പിയാണ് കേട്ടോ. അവർ കൂടുതലായിട്ട് അവർ കടയിൽ കൂടെ തന്നെ ഉണ്ടാവല്, വീട്ടിലൊന്നും അധികരിച്ചുണ്ടാവില്ല അല്ലേ. അതിൻ്റെ പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡ്രസ്സിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ അവരുണ്ടാവല്. അവൾ ജീവാപ്പ് ഉണ്ടല്ലോ അതിനൊക്കെ ഒരു പിന്നെ നല്ലതിൽ ആയിട്ടുണ്ട് അല്ലേ. അവൾക്കത് മനസ്സിലായിട്ടുണ്ട്. നമ്മളിങ്ങനെ കടയിലൊക്കെ നിന്ന് അവൾക്കത് ശീലമായിട്ടുണ്ട് അല്ലേ. നല്ല രസമാണ് കേട്ടോ മോളെ കാണാൻ വേണ്ടിയിട്ടും അതേമാതിരി അവളെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഷോർട്ടൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ് ഒക്കെ കാണാൻ. ഞാൻ കാണലുണ്ട് കേട്ടോ. പപ്പ ബ്രസീലിക്ക് പെർമിസീവ് ജയ് പറയണം കേട്ടോ. ബ്രസീലിക്ക് ബ്രസീലിക്ക് ഇറങ്ങി പോടാന്നോ. ഓൻ ബ്രസീലാണ്, ഇവിടെ ഇറങ്ങി പോവാ പറയും. ആ പിച്ചു പാവ. അർജന്റീന തോൽക്കും പറ അർജന്റീന അമ്മന്റെ ടീം ജയിക്കും പറയും. ഓ ജയിക്കും. പപ്പ ടീം തോക്കും പറയും. ഒരു കപ്പ് പോലെ അടിക്കാതെ. ഞങ്ങൾക്ക് 5 കപ്പ് ഉണ്ടോ? അത് നിങ്ങള് പോക്കറ്റിലിട്ട് നടന്നോളി. ഞങ്ങൾക്ക് 5 കപ്പ് ഉണ്ട്, 5 എണ്ണം. ഞങ്ങൾക്ക് 3 കപ്പുള്ളൂ, ഞങ്ങൾക്ക് 5 കപ്പ് ഉണ്ട്. ഈ പ്രാവശ്യം അടിക്കുമ്പോള് അപ്പൊ നമുക്ക് 4 കപ്പായി. എന്നാലും ഞങ്ങൾ അടുത്ത് എത്തുന്നില്ലല്ലോ. അപ്പോൾ ഇക്കാശിൽ ഒന്ന് കുറവല്ലേ. അതേ കളിക്കാൻ ഇപ്രാവശ്യം നിങ്ങൾ അടിച്ചാലല്ലേ നോക്കി. അടുത്ത കളിക്ക് മെസ്സിക്ക് പരിക്കാവും അല്ലേ ശിവ? തൊള്ള പൊടി പരിക്ക് പറ്റാൻ അടിച്ചങ്ങളെ പോന്നാളും. മന്തി പീസോ കൊന്നകാണ്ടിന്റെ മന്തി പീസാക്കേ. എന്താ പറഞ്ഞു മന്തി പീസാക്കും ഞങ്ങളെ. എല്ലാത്തൊരു ഫാൻ എന്നിട്ട് എന്റെ മെസ്സിയാണ് പറയും.